പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച അമ്മയ്ക്കും യേശുവിനും പിതാവായ ദൈവത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ പേര് ബിജി ജോർജ്. ഞാൻ ബേസിക്കലി പാലായിൽ നിന്നുള്ളതാണ്. പാലായിലായിരുന്നാലും എൻ്റെ ജോലി സംബന്ധമായിട്ട് ഞാൻ ബാംഗ്ലൂർ 2000 മൂവ് ചെയ്തതാണ്. എൻ്റെ ഭാര്യ ഡയാന. ഇത് 4 പേര് എൻ്റെ മക്കളാണ്. സ്റ്റീവൻ, ഷെറിൻ, സൈമൻ ആൻഡ് ഷാരൻ. ഞങ്ങൾ ദൈവം പരിശുദ്ധ അമ്മയും പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ വളരെ വലിയാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു അനുഗ്രഹം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ കൃപാസന മാതാവിനെക്കുറിച്ച് അറിയാൻ സാധിച്ചത് എൻ്റെ ഇൻലോ, അതായത് എൻ്റെ വൈഫിൻ്റെ അമ്മ വഴിയാണ്. അമ്മ ഇവിടെ ഉടമ്പടി എടുത്തായിരുന്നു. അപ്പോൾ മാതാവിനെക്കുറിച്ചും ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഭവ സാക്ഷികളെക്കുറിച്ചുമൊക്കെ മമ്മി വഴി ഞങ്ങൾ അറിയുകയും അവിടുത്തെ പത്രവും ഇവിടുത്തെ വിശുദ്ധ വ്യഞ്ചരിച്ച വസ്തുക്കളൊക്കെ മമ്മി വഴി ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഞങ്ങൾ 2022 വളരെ സർപ്രൈസായിട്ട് എൻ്റെ ഓഫീസ് വഴി ഒരു അവസരം വരികയായിരുന്നു US മൂവ് ചെയ്യാനായിട്ട്. അപ്പം US ഈ സമയത്ത്, അതായത് എൻ്റെ കൊച്ചുങ്ങൾ ആ സമയത്ത് എൻ്റെ മൂത്ത കൊച്ച് 10ാം ക്ലാസ്സായിരുന്നു, എൻ്റെ രണ്ടാമത്തെ കൊച്ച് 9. അങ്ങനെ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അത്ര ഈസി അല്ലെന്നു അന്ന് അതിൻ്റെ ആ ഒരു തീവ്രത ഞാൻ മനസ്സിലാക്കിയില്ല. എൻ്റെ വൈഫ് ഇവിടെ വർക്ക് ചെയ്യുമായിരുന്നു ആ സമയത്ത്. ഞങ്ങൾ രണ്ടുപേരും എൻജിനീയറാണ്, IT എൻജിനീയേഴ്സാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ വർക്ക് ചെയ്തു. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം ഭംഗിയായ സമയത്താണ് ഇങ്ങനെ ഒരു ട്രാൻസ്ഫറിൻ്റെ ഒരു അവസരം ഉണ്ടാവുകയും ഞങ്ങൾ ഒന്നും വിചാരിക്കാതെ രണ്ടും കൽപ്പിച്ച് US മൂവ് ചെയ്യുകയും ചെയ്തത് 2022. അവിടെ ചെന്നതിന് ശേഷം പലതരത്തിലുള്ള വിഷമങ്ങളായിരുന്നു. ഒന്നാമത് സ്കൂളിൻ്റെ പൊരുത്തപ്പെടലിനുള്ള വ്യത്യാസം. കാരണം 10ാം ക്ലാസ്സിൽ ആയിരിക്കുന്ന സമയത്ത് മൂവ് ചെയ്യുമ്പോൾ അവിടുത്തെ സിസ്റ്റവുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് അത്ര ഈസിയല്ല. പക്ഷേ സ്റ്റീവനും എൻ്റെ രണ്ടാമത്തെ കൊച്ചും ഹൈസ്കൂളിലായിരുന്നു. അപ്പം ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ ചില ഗ്രേഡ് ഹയസ്റ്റ് ഗ്രേഡിൽ പഠിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവരത് ഫേസ് ചെയ്യേണ്ടി വന്നു. ഇതിൻ്റെ എല്ലാം ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ ആ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അവിടെ ചെന്നിട്ടാണ്. അപ്പം നമ്മൾ എടുത്തിയാടി അങ്ങനെ ചെയ്തു. അവിടെ പോയി വീട് വാടകയ്ക്കെടുത്തു. വാടകയും വിദ്യാഭ്യാസവും ബാക്കി എല്ലാ ചിലവുകളും വന്നപ്പോഴത്തേനും വളരെ വലിയ ഒരു സാമ്പത്തിക ആവശ്യമുള്ള കാര്യം അപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ കാൽക്കുലേഷനൊക്കെ വളരെ ഭംഗിയല്ലായിരുന്നു ആ സമയത്തുകളിൽ. അതെല്ലാം തെറ്റിപ്പോയിരുന്നു. ആ സമയത്ത് എൻ്റെ വൈഫിന് ഇവിടെ ജോലി ഉണ്ടായിരുന്നത് റിസൈൻ ചെയ്തിട്ടായിരുന്നു പോയത്. എനിക്ക് മാത്രമായിരുന്നു തുടക്കത്തിൽ ജോലി ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും എൻ്റെ വൈഫിന് ഒരു ജോലി അവിടെ തരപ്പെടാനായിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ അവിടുത്തെ കമ്പനികളിൽ അപ്ലൈ ചെയ്തപ്പോൾ ഇവർക്ക് ഞങ്ങൾ ചെന്നതിൻ്റെ 1.5 മാസത്തിനുള്ളിൽ വളരെ ഉയർന്ന ശമ്പളത്തിൽ ഒരു ജോലി കിട്ടി. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെയാണ് ആദ്യമേ ദൈവം ഞങ്ങളുടെ വിഷമത്തിൽ നിന്ന്, അതായത് 4 കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള ചിലവും ഞങ്ങളുടെ വാടകയും അങ്ങനെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിലനിർത്താനുള്ള ആ സാമ്പത്തിക ബുദ്ധിമുട്ട് നീക്കാനായിട്ട് ദൈവം ആദ്യം ഞങ്ങൾക്ക് എൻ്റെ വൈഫിന് ഒരു ജോലി തന്ന് അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും വരുമാനം കൊണ്ട് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു. ഭംഗിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 1 വർഷത്തിനുള്ളിൽ പരിശുദ്ധാമ്മ വഴി ഞങ്ങൾക്ക് അവിടെ ഒരു വീട് സ്വന്തമായിട്ട് വാങ്ങാനും സാധിച്ചു എന്നുള്ളതാണ്. അത് പറഞ്ഞു വരുമ്പോൾ അമ്മ ഞങ്ങളെ എങ്ങനെ അനുഗ്രഹിച്ചതെന്ന് ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് വളരെ കൊതിയായിരുന്നു. ഇവിടെ ബാംഗ്ലൂരായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുകളുണ്ടായിരുന്നു. ഞാൻ വീട് വാടകയ്ക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ അവിടെ ചെന്ന് വാടക വീട്ടിൽ താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് തുടക്കത്തിൽ ഞങ്ങൾ ഇത്രയും മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് ചെറിയ വീടുകളിലേക്ക് താമസിക്കാൻ ഞങ്ങൾക്ക് പാടായിരുന്നു. 1 വർഷം കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ സാമ്പത്തികമായിട്ട് കിട്ടിയപ്പോൾ ഞങ്ങൾ പയ്യെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ ഒരു ഏജൻറ്റ് കൊണ്ട് ഒരു വീട് കാണിച്ചു. എന്നിട്ട് ഞങ്ങൾ ആ വീട് മനസ്സിൽ നോട്ട് ചെയ്യുകയും എന്നിട്ട് ഏജൻറ്റ് പോയതിന് ശേഷം രാത്രിയിൽ ഞങ്ങളുടെ കയ്യിൽ ഇവിടുന്ന് വെഞ്ചരിച്ച ഉപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആ വീട് കാണിച്ച വീട് ഞങ്ങൾ രാത്രിയിൽ പോയിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ആ വീടിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ ഉപ്പിടുകയും പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരികയും ചെയ്തു. പിറ്റേ ദിവസമാണ് മനസ്സിലായത് ഞങ്ങൾ രാത്രിക്കാണ് പോയത്. അവിടെ ലൈറ്റൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഇട്ട വീട് ഏജൻറ്റ് കാണിച്ച വീടല്ലായിരുന്നു, അതിൻ്റെ തൊട്ടടുത്ത വീടായിരുന്നു. അപ്പം ഞങ്ങൾ എന്നിട്ട് ഇത് മനസ്സിലാക്കാതെ പിറ്റേ ദിവസം അവിടുത്തെ ക്ലോസിങ്ങിന് വേണ്ടിയിട്ട് ചെന്നപ്പോൾ
അവർ പറഞ്ഞു, ഞങ്ങളെ ഇന്നലെ കാണിച്ച വീട് അത് വേറൊരാൾ വന്ന് നേരത്തെ വന്ന് അഡ്വാൻസ് ചെയ്തു, അതിന് പകരം അതിന് തൊട്ടടുത്തുള്ള ഒരു വീട് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കാണട്ടെ. അപ്പം ഞങ്ങൾ പോയി കണ്ടപ്പോൾ ഞങ്ങൾ തലേ ദിവസം രാത്രിയിൽ വന്ന അബദ്ധത്തിൽ ഞങ്ങൾ വിചാരിച്ച ഒപ്പിട്ട ആ വീട് തന്നെയായിരുന്നു ഞങ്ങൾക്കത് സ്വന്തമാക്കാൻ സാധിച്ചത്. അത് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചാൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ ദൈവം ഞങ്ങളെ എല്ലാ രീതിയിലും വീട് തന്ന് ഞങ്ങളുടെ മക്കളെ വിദ്യാഭ്യാസത്തിന് അവർ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ മുന്നോട്ട് പോകാൻ സഹായിച്ചു. അതിനുശേഷം എൻ്റെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, അവിടെ ഞങ്ങൾ ഈ ലേറ്റായിട്ട് പോയതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ കണ്ടിന്യൂ ചെയ്യുന്നതിന് കുഴപ്പമില്ലായിരുന്നു. കാരണം ഞങ്ങളുടെ കമ്പനി ഞങ്ങളെ സ്പോൺസർ ചെയ്യും. വിസയ്ക്ക് അങ്ങനെ ടെമ്പററി വിസയാണ്, അത് നമുക്ക് ജോലിയുള്ളിടത്തോളം കാലം നമുക്കവിടെ തുടരുകയും ചെയ്യാം ഞങ്ങളെ രണ്ടുപേർക്കും. പക്ഷേ ഞങ്ങളുടെ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 21 വയസ്സായി കഴിഞ്ഞാൽ ഏജ് ഔട്ടായി കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ഫാമിലി ആയിട്ടൊരു രീതിയിൽ അവർ കൺസിഡർ ചെയ്യില്ല. അപ്പം കുട്ടികൾ അവരെ സ്വന്തമായിട്ട് വിസ പ്രോസസ്സ് ചെയ്ത് സ്റ്റുഡൻറ്റ് വിസയിലോട്ട് മാറി, അങ്ങനെ ആ ഒരു ഹെർഡിൽസും അതിന് വേണ്ടിയുള്ള അഡീഷണൽ ആയിട്ടുള്ള സാമ്പത്തിക ചിലവുകളെല്ലാം നമ്മൾ വഹിക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ സ്റ്റീവന് ഏറ്റവും മൂത്ത വെച്ച് അവന് 21 വയസ്സാകാനായിട്ട് ഞങ്ങൾ 22 ചെന്നപ്പോഴത്തേനും ഒരു 3 വർഷം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നോർമൽ രീതിയിൽ PR കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഹൈലി സ്കിൽഡ് രീതിയിലുള്ള ഒരു കാറ്റഗറിയിൽ എൻ്റെ PR US പ്രോസസ്സ് ചെയ്താലേ എനിക്ക് ഗ്രീൻ കാർഡ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ വർഷം തന്നെ കമ്പനി അതിന് പ്രോസസ്സ് ചെയ്തു. എൻ്റെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആവുകയും ചെയ്തു. പക്ഷേ അപ്രൂവ് ആയതിനു ശേഷം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കറണ്ട് ഡേറ്റ് അത് റിട്രോഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്രൂവ് ആയാലും അത് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇങ്ങനെ കിടക്കുകയുള്ളൂ. അപ്പം വെയിറ്റിംഗ് ലിസ്റ്റ് കിടന്ന് നമ്മൾ കയ്യിൽ ഗ്രീൻ കാർഡ് കിട്ടാതെ ആ 21 വയസ്സിന് മുമ്പ് നമുക്ക് ഗ്രീൻ കാർഡ് അപ്രൂവ് ആകാതെ എൻ്റെ കൊച്ചിന് എൻ്റെ ഫാമിലിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവന് ഗ്രീൻ കാർഡ് കിട്ടില്ല. നമ്മൾ ബാക്കിയുള്ളവരെല്ലാവരും ഏജിൽ 21 വയസ്സ് താഴെയുള്ളവർക്കൊക്കെ അത് ഇൻക്ലൂഡായിട്ട് വരും. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വിഷമമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് ദൈവത്തോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ ഞങ്ങളെ ഫാമിലിയെ ഞങ്ങളെ ഡിവൈഡ് ചെയ്യല്ലേ, ഞങ്ങളെ എപ്പോഴും ഒരുമിച്ച് നിർത്തണേ. അപ്പം അതിന് ഈ ഒരു ഗ്രീൻ കാർഡ് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രോസസ്സ് ചെയ്യാനുള്ള ദൈവം അനുഗ്രഹിക്കുവാണെങ്കിൽ അത് ഞങ്ങൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾക്ക് കിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളെ എല്ലാവരും ഒരുമിച്ച് ആർക്കും കിട്ടാത്ത രീതിയിലാകുകയാണെങ്കിൽ കുഴപ്പമില്ല. ഒരാൾക്ക് കിട്ടിയിട്ട് വേറൊരാൾക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്. അപ്പം ആ രീതിയിൽ ഞാൻ എല്ലാ ദിവസവും കുർബാന കാണുമ്പം പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാ ദിവസവും പള്ളിയിൽ എല്ലാ ദിവസവും തന്നെ പോകുമായിരുന്നു. അതും ഞങ്ങൾക്കവിടെ തുടർച്ചയായിട്ട് ഞങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും കുർബാന കണ്ടതിന് ശേഷം ഇതായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. അങ്ങനെ ഏജ് ഔട്ടൊരു പ്രശ്നമായിരിക്കും. ഈ പ്രോസസ്സെല്ലാം ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുകയായിരുന്നു. അപ്പം സ്റ്റീവന് +2 കഴിഞ്ഞു. അതിനുശേഷം അടുത്ത കടമ എന്ന് പറയുന്നത് കോളേജാണ്. അപ്പോൾ കോളേജിൽ അഡ്മിഷൻ എന്ന് പറയുന്നത് അവിടെ വേറെ ഒരു സെറ്റ് ഓഫ് ഇഷ്യൂസാണ്. അപ്പം അതിനുവേണ്ടി പല രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് എസ്സേസും ഒക്കെ പ്രിപ്പയർ ചെയ്ത് GPS സ്കോർ വേണം. ആ സമയത്തും ഞങ്ങൾ ഇവിടെ വ്യഞ്ചരിച്ച വസ്തുക്കൾ ഞങ്ങൾ ഉപയോഗിക്കുകയും ഉപ്പും ഇവിടുന്ന് തന്നിരുന്ന എല്ലാ പ്രാർത്ഥനകളും ഞങ്ങൾ ദിവസേന ചെല്ലുകയും ചെയ്തു. അതിന് ഞങ്ങളെ സഹായിച്ചത് ഞങ്ങളുടെ ബാംഗ്ലൂരിലുള്ള ഞങ്ങളുടെ മമ്മിയാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരും. കാരണം ഞങ്ങൾ പോയതിന് ശേഷവും ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു കഴിഞ്ഞ 3.5 വർഷമായിട്ട്. അപ്പം ഞങ്ങൾ ഈ വസ്തുക്കളൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോഴും ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴും എല്ലാം സ്റ്റീവൻ്റെ ആദ്യത്തെ വർഷത്തെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴെല്ലാം ഞങ്ങളിങ്ങനെ ഈ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഓരോ ആപ്ലിക്കേഷനും സബ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ റിസൾട്ട് വന്നപ്പം സ്റ്റീവന് അവിടുത്തെ ഏറ്റവും നല്ല ഹയസ്റ്റ് റാങ്കുള്ള ഒരു ഗവൺമെൻറ് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം അത്ര എളുപ്പമല്ല അവിടെ കിട്ടുക എന്നുള്ളത്. അത് വളരെ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട അതേ ബ്രാഞ്ചിൽ തന്നെ അവന് പഠിക്കാൻ കിട്ടി. അതിനുശേഷം പിറ്റേ ദിവസം അക്കാഡമിക്കലി എൻ്റെ രണ്ടാമത്തെ കൊച്ച് ഷെറിൻ, അവൾ അക്കാഡമിക്കലി 1 വർഷമേ വ്യത്യാസമുള്ളൂ. അവളുടെ ബർത്ത്ഡേ തമ്മിൽ 1.5 വർഷമാണെങ്കിലും അക്കാഡമിക്കലി അവർ 1 വർഷത്തെ വ്യത്യാസമുള്ളൂ. അവൾക്ക് ആ സമയത്ത് കോളേജിൻ്റെ ആപ്ലിക്കേഷൻ സെയിം പ്രോസസ്സ് തുടർന്നുകൊണ്ട് പോകുന്നു. വളരെ ഞങ്ങൾ മാതാവിൻ്റെ പ്രാർത്ഥിക്കുകയും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങൾ വ്യഞ്ചരിച്ച് ആപ്ലിക്കേഷൻ കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ മാതാവ് അവൾക്കും നല്ലൊരു അഡ്മിഷന് യൂണിവേഴ്സിറ്റി കാലിഫോർണിയയിലെ നല്ലൊരു കോളേജിൽ മെഡിക്കൽ ലൈനിൽ അഡ്മിഷൻ കൊടുത്തു. അങ്ങനെ ഇങ്ങനെ സീരിയസ് ആയിട്ട് ദൈവം സാമ്പത്തികമായിട്ടും ഞങ്ങളെ വീട് തന്നും ഞങ്ങളുടെ മക്കളെ അവിടെ പഠനകാര്യത്തിലും അഡ്മിഷനും എല്ലാം സഹായിച്ചു.
അതിനുശേഷം ഇതിനേക്കാൾ ഉപരി പാരലായിട്ട് ആദ്യത്തെ വർഷം തൊട്ട് തന്നെ ഞങ്ങളുടെ ഗ്രീൻ കാർഡിൻ്റെ പ്രോസസ്സ് നടക്കുകയാണ്. സാധാരണ അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷവും 15 വർഷമൊക്കെ എടുക്കുന്ന ഗ്രീൻ കാർഡ് എൻ്റെ ഹൈലി സ്കില്ലിൽ അവർ പ്രോസസ്സ് ചെയ്ത് അപ്രൂവ് ചെയ്ത് ഇങ്ങനെ പെൻഡിങ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ 3 വർഷം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് എൻ്റെ കൂടെ വന്നിരിക്കുന്ന അവർക്കും ഞങ്ങൾക്കുമെല്ലാം എലിജിബിലിറ്റി വന്നു, അതായത് ഗ്രീൻ കാർഡ് കിട്ടാനുള്ള എലിജിബിലിറ്റി. ആ സമയത്ത് അവർക്കെല്ലാവർക്കും യാതൊരു ഇൻ്റർവ്യൂ പ്രോസസ്സും യാതൊരു പ്രോസസ് ഇഷ്യൂസും ഇല്ലാതെ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഗ്രീൻ കാർഡ് കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല. അപ്പം ഞങ്ങളുടെ മാത്രം ഗ്രീൻ കാർഡ് ഇഷ്യൂ ചെയ്യാതെ അവർ ഞങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂവിന് ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് വരണമെന്ന് പറഞ്ഞു. ആ സമയത്താണ് അവിടെ പുതിയ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായത്, പുതിയ മെമ്മോ വന്നു. അപ്പം കുറേ അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങളോട് എല്ലാവരും ഇന്ത്യയിൽ പോയിട്ട് ഇവിടുത്തെ കോൺസുലർ പ്രോസസ്സ് ചെയ്തിട്ട് വേണം തിരിച്ചു വരാൻ. അതെന്ന് പറയുന്നത് കുറേയധികം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം സ്കൂളിൻ്റെ അഡ്മിഷനും പിന്നെ തിരിച്ചു വരുന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. കാരണം ഇവിടുത്തെ കോൺസുലറിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് പോലെ ആയിരിക്കും അങ്ങോട്ടുള്ള വരവിൻ്റെ അവസ്ഥ. അപ്പം ഇതെല്ലാം ഈ അൺസർട്ടനിറ്റിയിലെല്ലാം ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ മമ്മിയെ വിളിച്ച് പറഞ്ഞു. മമ്മി ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. പൂജവസ്തുക്കളൊക്കെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾക്ക് 27-ാം തീയതി മെയ് 27-ാം തീയതി ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് അലോട്ട് ചെയ്ത് തന്നു. ഞങ്ങളെല്ലാവരും ആ സമയത്ത് എല്ലാ ആപ്ലിക്കേഷനും ഒരു സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ്, അതായത് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫുൾ ഹിസ്റ്ററിയാണ്, നമ്മുടെ ഫുൾ കരിയർ ഗ്രോത്തും ഞങ്ങളുടെ ഇൻകവും ഞങ്ങളുടെ ടാക്സിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാം എല്ലാ ഡോക്യുമെൻറ്റ്സുമായിട്ട് ഞങ്ങൾ ഫുൾ ഫാമിലി 27-ന് പോയി. ഏകദേശം 4 മണിക്കൂർ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഫുൾ പ്രൊഫൈല് അവർ വിശദമായിട്ട് പഠിച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഓഫീസ് ഈ കുറേ അൺസർട്ടനിറ്റി ഉള്ളതുകൊണ്ട് എൻ്റെ ഓഫീസ് വോളണ്ടിയർലി എൻ്റെ കൂടെ വരാനായിട്ട് ഒരു അറ്റോർണിയും വിട്ടു കൂടെ. അപ്പം അറ്റോർണി സംസാരിക്കില്ല, എന്തെങ്കിലും നിയമപരമായ പ്രശ്നം വരുമ്പോൾ അറ്റോർണി ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെന്നാണ് ഓഫീസ് പറഞ്ഞു വിട്ടത്. അപ്പോൾ അറ്റോർണി ഞങ്ങളുടെ കൂടെയായിരുന്നു. ചോദ്യങ്ങൾ ചോദിച്ചു. മാർഷലായിരുന്നു. മാർഷൽ ചോദിച്ചപ്പോൾ ഒരു ചോദ്യം വന്നു, എൻ്റെ വിസ ഡിനയലിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. സത്യത്തിൽ അതൊരു വിസ ഡിനയലല്ലായിരുന്നു. പണ്ട് കാലത്ത് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്തോ ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ വന്ന പേപ്പർ എന്തോ ആയിരിക്കാം. അപ്പം അതിനോടനുബന്ധിച്ച് അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു, എനിക്ക് പണ്ട് കാലത്ത് എപ്പോഴെങ്കിലും ഒരു വിസ ഡിനൈ ചെയ്തോ. അപ്പോൾ ഡിനൈ ചെയ്താണെങ്കിൽ അവർ ഒരു കാരണം നോക്കിയിരിക്കുകയാണ് ഇത് ഡിസപ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് വേണ്ടി അറ്റോർണി സംസാരിച്ചു. അതായത് ഇത് ഡിനൈലല്ല, അതൊരു ക്യാൻസൽ ചെയ്തിട്ട് പുതിയത് ഇഷ്യൂ ചെയ്താണെന്നൊക്കെ പറഞ്ഞ് അവരെ ക്ലാരിഫൈ ചെയ്ത് അവസാനം അതിനകത്ത് മാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ചത് ഇങ്ങനെയാണ്. അതായത് 27-ാം തീയതി ഇൻ്റർവ്യൂ ചെയ്തതിന് ശേഷം വെറും 3 ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് അപ്രൂവ് ചെയ്ത് കിട്ടാനായിട്ട്. കാരണം 3 ദിവസത്തിൽ കൂടുതൽ ഈ പ്രോസസ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ റിട്രോഗ്രേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് വിസ ഉടനെ കിട്ടാത്തൊരവസ്ഥയിലോട്ട് വരും. കാരണം കറണ്ട് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആ മാസം കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ മാസത്തെ 27-ാം തീയതിയാണ് ഞങ്ങൾ അവിടെ അപ്പിയർ ചെയ്യുന്നത്. പിന്നെ ഒരു 3 ദിവസം കൂടെ കഴിഞ്ഞ് ആ 3 ദിവസത്തിനുള്ളിൽ ഈ ഗവൺമെൻറ് പ്രോസസ്സ് ഗ്രീൻ കാർഡിനെ സംബന്ധിച്ച് US നടത്തിയില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാർഡ് കിട്ടില്ല. അതൊരു അവസ്ഥയായിരുന്നു. അപ്പം അറ്റോർണി ഞാൻ അവരോട് പറഞ്ഞു ഇതാണ് കണ്ടീഷൻ. അപ്പം ഞങ്ങളെ ശ്രമിച്ച് ഞങ്ങളുടെ ഓഫീസർ പറഞ്ഞു, ഹീ ഈസ് ഹെൽപ്ലെസ്, ഹീ ഡോണ്ട് ഹാവ് പവർ ടു അപ്രൂവ്, ഹീ ക്യാൻ റെക്കമെൻഡ് ടു ദി ഹയർ അതോറിറ്റി. അപ്പം കാരണം പുതിയ റൂൾ അനുസരിച്ച് ഈ ഫീൽഡ് ഓഫീസേഴ്സിന് അപ്രൂവ് ചെയ്യാൻ യാതൊരു അവകാശവും ആ സമയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ദെൻ ഇറ്റ് ഇസ് അപ് ടു ദി ഹയറബിൾ ഓഫീസർ എന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ പുള്ളിയോട് പറയാം, ഓഫീസറോട് പറയാം, അതായത് ഇങ്ങനെയാണ് അവസ്ഥ നിങ്ങളുടെ ഫാമിലി, അതായത് അപ്രൂവൽ വന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് റിട്രോഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പം പ്രോബബ്ലി ഇറ്റ് മേ ടേക്ക് 1 year ഓർ മേ ബി മോർ ദാൻ ദാറ്റ്. അപ്പം അത് പറഞ്ഞിട്ട് ഞങ്ങൾ അവസാനം ഇൻ്റർവ്യൂ കഴിഞ്ഞ് വീട്ടിൽ വന്നു. പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്തും ഞങ്ങൾ സോൾട്ടും ഒക്കെ ഉപയോഗിച്ചു. വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് കറക്റ്റ് ജൂൺ 1 തന്നെ ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടി, ഞങ്ങളുടെ ഗ്രീൻ കാർഡ് അപ്രൂവായി, ഞങ്ങളുടെ പ്രോസസ്സ് എല്ലാം ഫിനിഷായി, എല്ലാം ഭംഗിയായിട്ട് പോസിറ്റീവായിട്ട് ഞങ്ങളുടെ ഫുൾ ഫാമിലി ഇൻക്ലൂഡായി. ആ സമയത്താണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒന്ന് ബ്രീത്ത് ചെയ്തത്. കാരണം സ്റ്റീവൻ ഇനി 21 വയസ്സാകാനായിട്ട് വെറും 1 വർഷം അടുപ്പിച്ചുണ്ടായിരുന്നല്ലോ. അപ്പോൾ 1 വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹീസ് ഔട്ട് ഞങ്ങൾ മാത്രമായിരിക്കുള്ളൂ ആ പ്രോസസ്സിൽ ഇൻക്ലൂഡായത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു വേദനിക്കുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. അത് പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷകരമായ രീതിയിൽ ഈ കഴിഞ്ഞ 4 വർഷം അവസാനത്തെ ക്ലൈമാക്സ് ആയിരുന്നു ഈ ഗ്രീൻ കാർഡ് പ്രോസസ്സ്. അതെല്ലാം തന്ന് ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിച്ചു. ഞങ്ങളുടെ ഒരു മെറിറ്റുമല്ല, ഞങ്ങൾ എപ്പോഴും മാതാവിനെ ആശ്രയിക്കുമായിരുന്നു. മാതാവിനെ ആശ്രയിക്കും, ഈശോയോട് പ്രാർത്ഥിക്കും. പറ്റുമ്പോഴൊക്കെ ഞങ്ങൾ മാസം തോറും പോയി കുമ്പസാരിക്കും. ഒരു ദിവസം പോലും ഞങ്ങൾ വിശുദ്ധ കുർബാന മുടക്കാൻ ഇടവരുത്തില്ല. അത് ഞായറാഴ്ചയായാലും ഞങ്ങൾ ചില അവസരങ്ങളൊക്കെ നൈറ്റ് വിജിലിന് അവിടെ കൂടാൻ പോകുമായിരുന്നു.
അപ്പം പിള്ളേർ വരാറില്ല, പക്ഷേ ഞങ്ങൾ രണ്ടും പോവും. അപ്പം പിള്ളേർ മാസ് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ നൈറ്റ് ബീച്ചിലുള്ള പള്ളിയിൽ കുർബാന കൂടാതെ വീട്ടിൽ വന്ന് അവരെ പിക്കപ്പ് ചെയ്ത് വേറൊരു പള്ളിയിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് പോയി എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന മിസ് ചെയ്യാതെ കൂടണമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയായിരുന്നു ഞങ്ങൾക്ക്. ദൈവം ഞങ്ങൾക്ക് അത് ഞങ്ങളെ അൺകണ്ടീഷണലി ബ്ലെസ് ചെയ്തു. പിന്നെ ഡെയിലി ബ്രെഡ് ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, പിന്നെ അച്ഛൻ്റെ ടോക്ക് കേൾക്കും, കാരുണ്യ പ്രവൃത്തികളും ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ദൈവം അനുഗ്രഹിച്ച് ഞങ്ങളൊരു കേരളത്തിലുള്ള ഒരു അച്ഛൻ വഴി ഞങ്ങൾക്ക് 2 വീടൊക്കെ പണിത് കൊടുക്കാനും ഒക്കെ സാധിച്ചു, ചെറിയ വീടുകളായിട്ടും. പിന്നെ അവിടെ പിള്ളേർ അവിടുത്തെ ഓർഫനേജ് പോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടെ ഒക്കെ പോയിട്ട് അവർക്ക് ബ്രെഡും അവരുടെ ഈസ്റ്ററിനും ക്രിസ്മസിനും ഒക്കെ അവരുടെ കൂടെ സമയം ചെലവഴിച്ച് അവരുടെ കേക്കും അങ്ങനത്തെ അവരോട് അനുഭാവപൂർവ്വം പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. ഞാനാണെങ്കിൽ അവിടെ കുറേ ശാലോമിൻ്റെ കുറച്ച് പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുമായിട്ട് ചേർന്ന് ഈ ജയിൽ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള മാഗസീനൊക്കെ അങ്ങനെയൊക്കെ സ്പോൺസറൊക്കെ ചെയ്ത് എന്നൊക്കെ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടും ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. അൺകണ്ടീഷണലി, നോട്ട് ബൈ അവർ മെറിറ്റ് ബട്ട് ഗോഡ്സ് ഗ്രേസ്, 100% ഗോഡ്സ് ഗ്രേസ്. എൻ്റെ വൈഫ് എൻ്റെ തൈറോയ്ഡ് സംബന്ധിച്ച കാര്യങ്ങൾ അവൾ പറയും. 2024 അവിടെ നമുക്ക് എല്ലാവർക്കും ആനുവൽ ചെക്കപ്പ് ചെയ്യണം. അപ്പം 2024 അവർ പറഞ്ഞു എനിക്ക് തൈറോയിഡ് നോഡ്യൂൾസ് ഉണ്ട്, അപ്പം അത് ബയോപ്സിക്ക് അയക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മളെല്ലാവരും ഭയങ്കര പേടിച്ചു. അപ്പം മമ്മി അയച്ച ഇങ്ങനെ ഈശോയുടെ സോൾട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ സോൾട്ട് ഒക്കെ എൻ്റെ നെക്കിലൊക്കെ തേച്ചിട്ട് ഞാൻ ബയോപ്സിക്കൊക്കെ പോയി. മാതാവിൻ്റെ കൃപയാൽ എനിക്കത് നെഗറ്റീവായിരുന്നു. പിന്നെ നമ്മുടെ ദിവസം തുടങ്ങുന്നത് ഡെയിലി മാസും, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡെയിലി ബ്രെഡ് അറ്റൻഡ് ചെയ്യും. എന്നും അത് അറ്റൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയെല്ലാം പിള്ളേരും എല്ലാവരും ഒരുമിച്ചാണ് ഡെയിലി ബ്രെഡ് അറ്റൻഡ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഈവനിങ് പ്രെയറും നമ്മളെല്ലാവരും ഒരുമിച്ച് ചെല്ലാറുണ്ട്. My name is Steven and I'm studying in college. I'm going to my second year. As my dad said earlier, by God's grace solely, I was able to get admission there at an engineering university. Despite having a small range of portfolio, despite going there with only 2 years worth of college application experience, I was successfully able to get a seat there, and that was completely not by my merit but by God's grace. And so was the case for my sister Sharon as well. My name is Sharon. I got into one of the best universities in California for medicine. While applying for these universities, I had made a list of universities, and number 7 was the university I got into. The previous day of getting my application decision, during the Daily Bread YouTube video, Ajahn was telling about the Golden 7. And the next day I realized that this was the college that Mother Mary wanted me to get into, and I got into this college not by my merit but by the grace of Mother Mary and the Lord of Kribasnam. ഷെറിൻ, നമ്മളെന്നും ഇങ്ങനെ കുർബാന കഴിഞ്ഞ് ഡെയിലി ബ്രെഡ് കാണും. അപ്പോൾ ഫെബ്രുവരി ഈ വർഷം ഫെബ്രുവരി 2026 ഒരു ദിവസം ജോസഫ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഗോൾഡൻ 7 ഞാൻ കാണുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ ഇവളുടെ ഇൻ്റർവ്യൂ റിസൾട്ട്സ് വന്നു, കോളേജ് റിസൾട്ട്. അപ്പം ഇവളിങ്ങനെ 7th നമ്പർ ഇട്ടതാ ആ കോളേജിൻ്റെ തന്നെ ഇവൾക്ക് അവിടെ തന്നെ അവൾക്ക് സീറ്റ് കിട്ടിയായിരുന്നു. ഗോൾഡൻ 7 ആ കോളേജിൽ തന്നെ അവൾ ഇഷ്ടപ്പെട്ട കോഴ്സ് തന്നെ കിട്ടിയായിരുന്നു. ഇതെല്ലാം തന്നതിനും ഈശോയ്ക്കും മാതാവിനും 1000 കോടി നന്ദി പറയുന്നു. നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 52-ാം അധ്യായം 12-ാം വചനമാണ്. 3 വർഷത്തിനുള്ളിൽ ഗ്രീൻ കാർഡ് കിട്ടുകയാണ്. അവിടെയും ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ സാന്നിധ്യവും വലിയ കൃപയായിട്ടാണ് ഈ മക്കളെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇൻ്റർവ്യൂവിന് May 27 വിളിക്കുന്നു. അപ്പോഴും ഇവർക്ക് മനസ്സിലായി അമ്മയുടെ ഒരു സാന്നിധ്യം കൂടെയുണ്ട്. നമുക്കറിയാം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ 7 എന്ന നമ്പർ വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 പരിശുദ്ധമ്മ ജീവനോടെ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പം May 27 ഇവർ വിളിച്ചപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി അമ്മയുടെ ഒരു സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ്, ഇവർക്ക് ഒരു കൺഫർമേഷനായിരുന്നു അവിടെയും. അങ്ങനെ May 27 ഇൻ്റർവ്യൂവിന് പോയപ്പോഴും വെഞ്ചരിച്ച് ഉപ്പുമൊക്കെ ആയിട്ടാണ് പോയത്. അവിടെ പെട്ടെന്ന് തന്നെ അവിടെ അപ്രൂവൽ ആവുകയും ഈ മകൻ്റെ കാര്യത്തിലാണേലും അവർക്ക് ഒരു ടൈമുണ്ട്.
അതായത് വിതിൻ 1 ഇയർ ദേ ഹാവ് ടു ഗെറ്റ് ഗ്രീൻ കാർഡ് ക്ലിയർ ആവണം. കാരണം വെച്ചാൽ ആ ഷോർട്ട് ടൈമിലാണ്, അതായത് 21 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കോംപ്ലിക്കേഷൻസ് ആവും. ഹി വിൽ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഗ്രീൻ കാർഡ്. അപ്പോൾ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ഈ മക്കൾ പ്രാർത്ഥിക്കുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് കൃപാസനം അമ്മ. സമയത്തിന് മേൽ സ്വാധീനമുണ്ട്. കാനാല വിവാഹ വിരുന്നിൽ സമയമായിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും അവൻ പറയുന്ന പോലെ ചെയ്യാനാണ് അമ്മ പറഞ്ഞത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലിലൂടെയാണ് വളരെ പെട്ടെന്ന് തന്നെ 1 വർഷം ബാക്കിയിരിക്കെ ഈ മകന് 21 വർഷം, ആ 21 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ ഗ്രീൻ കാർഡ് അമ്മയും ഈശോയും കൂടെ ചേർന്ന് നിന്ന് ഇവർക്ക് കൊടുക്കുകയാണ്. ഇവരുടെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഉടമ്പടി ജീവിതത്തിൽ ആത്മീയ ജീവിതമാണ്. എല്ലാവരും ഒന്നിച്ച് ഡെയിലി ബ്രെഡ് കൂടുകയും കുടുംബ പ്രാർത്ഥനയും ജപമാലയും കുർബാനയും ഒക്കെ കൂടുകയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഈ മക്കളുടെ ജീവിതത്തിൽ ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ അനുഗ്രഹം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് തൈറോയിഡിൻ്റെ അസുഖത്തിൻ്റെയും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. നമുക്കൊരു മെറിറ്റ് ഇല്ല, നമുക്കുടെ കഴിവിലല്ല നമ്മൾ ആശ്രയിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് ഉടമ്പടിയുടെ നിബന്ധനകൾ അനുസരിച്ച് പാലിച്ച് ജീവിക്കുമ്പോഴാണ് ഓരോ കൃപകൾ ആഫ്റ്റർ കൃപകൾ, ഗ്രേസ് ആഫ്റ്റർ ഗ്രേസ് യു വിൽ ഗെറ്റ് ഇൻ ദെയർ ലൈഫ്. അങ്ങനെയാണ് ഈ മക്കളുടെ ജീവിതത്തിൽ എവിടെ പോയാലും എന്തിനു പോയാലും എപ്പോഴെങ്കിലും എന്തിനു പോയാലും വെഞ്ചരിച്ച ഉപ്പുമൊക്കെ ആയിട്ടാണ് ഇൻ്റർവ്യൂവിനായാലും വീട് കാണാൻ പോകുമ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോഴും എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം, ഈശോയുടെയും അമ്മയുടെ സാന്നിധ്യം ഇവരുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓൺലൈൻ ഉടമ്പടി വഴി ഈ മക്കളുടെ ജീവിതത്തിൽ ഇത്ര വലിയ അനുഗ്രഹങ്ങൾ ദൈവം നൽകിയത്. സ്വന്തം അമ്മയുടെ ഉടമ്പടിയിലുള്ള നിയോഗവും ഈ മക്കളുടെ ഓൺലൈൻ ഉടമ്പടി വഴി ലഭിച്ച ഈ അനുഗ്രഹങ്ങളെല്ലാം ഈശോയുടെയും അമ്മയുടെയും വലിയൊരു കൃപയാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓൺലൈൻ ഉടമ്പടിയായാലും തീർത്ഥാടന ഉടമ്പടിയായാലും ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് ഉറപ്പാണ്. ഭയമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു കൃപയാണ് നമുക്ക് ലഭിക്കുന്നത് ഉടമ്പടിയിലൂടെ. നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല, ദൈവം നമ്മുടെ മുന്നിലും പിന്നിലും ഉണ്ടെന്നുള്ളൊരു വിശ്വാസം. പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ വൈകിപ്പോകുന്ന കാര്യങ്ങൾ പോലും ദൈവം ശരിയായ സമയത്ത് നടത്തി തരുമെന്നുള്ളൊരു വിശ്വാസം. നമ്മുടെ ആത്മീയ യാത്രയിൽ പരിശുദ്ധ അമ്മയാണ് നമ്മെ ഈശോയിലേക്ക് വഴി കാണിച്ച് നമ്മെ നയിക്കുന്നത്. ആ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ബിജി ജോർജിനും കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.